എനിക്കൊരു ഫോൺ കോൾ ഈ ഇടയ്ക്ക് വന്നു. കുഞ്ഞ് ആഹാരം ഒന്നും കഴിക്കുന്നില്ല, തളർന്ന് കിടക്കുകയാണ്, മയങ്ങി കിടക്കുകയാണ്, കുഞ്ഞ് ആക്റ്റീവ് അല്ല എന്നാണ് അമ്മ പറഞ്ഞത്. കുഞ്ഞിന് പനി. കുഞ്ഞിനെ കാണിക്കാൻ അമ്മ വീഡിയോ കോൾ വിളിച്ചപ്പോൾ കുഞ്ഞ് തളർന്ന് കിടക്കുകയാണ് ഇങ്ങനെ തോളിൽ. പക്ഷെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ കുഞ്ഞ് പെയിലായിരുന്നു, ഒട്ടും രക്തോട്ടം ഇല്ലാതെ വളരെ വിളറിയിരിക്കുന്ന മുഖം. കുഞ്ഞിന് ശ്വാസം എടുക്കുന്നുണ്ടോ, ഹൃദയം എടുപ്പുണ്ട്, എങ്ങനെയുണ്ട് അമ്മ എന്ന് ചോദിച്ചപ്പം ശ്വാസം എടുക്കുന്നത് നോക്കാൻ എനിക്ക് പേടിയാണ് ഡോക്ടറെ. സ്റ്റക്കായിരുന്നു, അമ്മ പേടിച്ച് സ്റ്റക്കായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മമ്മ നോക്കിയപ്പോൾ അമ്മമ്മ പറഞ്ഞു ശ്വാസം എടുക്കുന്നില്ല ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ CPR ഇനിഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞു. CPR ചെസ്റ്റ് കംപ്രഷൻ കുഞ്ഞിൻ്റെ നെഞ്ചിൻ്റെ നടുക്ക് കൊടുക്കാൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അതുപോലും ചെയ്യാൻ വയ്യാതെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അമ്മമ്മ ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. കുഞ്ഞ് ജീവൻ രക്ഷപ്പെട്ടു. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മമാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അവർക്ക് വേറൊരാൾ ആ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. പലപ്പോഴും അമ്മമാരുടെ പേടി കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അസ്ഥി ഓടിയോ കംപ്രഷൻ ഫ്രാക്ചർ വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും. അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് ചെസ്റ്റ് കംപ്രഷൻ കൊണ്ട് യാതൊരു അപകടവും സംഭവിക്കില്ല. കൃത്യസമയത്ത് ചെസ്റ്റ് കംപ്രഷൻ കൊടുത്താൽ മാത്രമേ കുഞ്ഞ് രക്ഷപ്പെടുകയുള്ളൂ. ഈ കുഞ്ഞിന് സംഭവിച്ചതുപോലെ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കാൻ ഒട്ടും വൈകേണ്ടത്. കുഞ്ഞിന് നമുക്ക് കൈകൾ കോർത്ത് പിടിച്ച് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഈ 2 നിപ്പിളിൻ്റെ നടുക്കായിട്ട് ഈ കംപ്രഷൻ ഇങ്ങനെ കൃത്യമായ രീതിയിൽ കംപ്രഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. 15:2 എന്നൊരളവിലാണ് നമ്മൾ പറയുന്നത് എങ്കിൽ പോലും നമുക്ക് കംപ്രഷന് അമ്മമാർക്ക് ടെൻഷനാണ്, എണ്ണാൻ പറ്റുന്നില്ല എങ്കിൽ ധൈര്യപൂർവ്വം കംപ്രഷൻ കണ്ടിന്യൂ ചെയ്യുക. ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിക്കുക, കൃത്യസമയത്ത് ഡോക്ടറുടെ സേവനം തേടുക. ഒരു സഹായം തേടാൻ വൈകുന്നത് കുഞ്ഞിൻ്റെ ജീവനെ അപകടത്തിലാക്കുകയുള്ളൂ.